മെത്തേഡ് ഓഫ് ജോയിൻസിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമൈൻ ദ ഫോഴ്സസ് ഡെവലപ്ഡ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ട്രസ് ഷോൺ ഇൻ ഫിഗർ. ഇപ്പോൾ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് കണ്ടീഷൻ ആണ് അല്ലെ. ഒരു എൻഡ് റോളറും ഒരു എൻഡ് ഹിഞ്ചഡും ആണ്. അതുപോലെ ഇത് അൺസിമെട്രിക്കുമാണ്. ഈ ട്രസ് എന്ന് പറയുന്നത് സിമെട്രിക് അല്ല, അൺസിമെട്രിക് ആണ്. അതായത് നമ്മൾ ഇതിനെ കറക്റ്റ് ഹാഫ് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കിയാൽ അത് അൺസിമെട്രിക്കാണ്. കാരണം ഇപ്പുറത്തെ സൈഡിൽ വരുന്ന ലോഡ് അത് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഒരു സൈഡിൽ അത് 60 ഒരു സൈഡിൽ 80 ആണ്. അപ്പോൾ അൺസിമെട്രിക് ആണ്. അതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് കണ്ടീഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ അൺസിമെട്രിക് ആണെങ്കിൽ നമ്മൾ റിയാക്ഷൻ ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് എടുത്ത് കണ്ടുപിടിക്കണം. പിന്നെയുള്ളത് ഇവിടെ ഹിഞ്ച് സപ്പോർട്ട്. ഹിഞ്ച് സപ്പോർട്ടിൽ എത്ര റിയാക്ഷൻസ് ഉണ്ടാവും? വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഇവിടെ റോളർ സപ്പോർട്ടിൽ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ഇവിടെ ഹൊറിസോണ്ടൽ ലോഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ വാല്യൂ വിൽ ബി 0. ഓക്കെ, വെർട്ടിക്കൽ റിയാക്ഷൻ രണ്ടും ഉണ്ടായിരിക്കും. ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടായിരിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് there will be no horizontal reaction. The value of horizontal reaction is 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ആംഗിൾസും ഓക്കെ, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും 60 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 60 ആയിരിക്കും. ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഓക്കെ, ആൾട്ടർനേറ്റ് ആംഗിൾസ്, അപ്പോൾ 60 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഓക്കെ, ഇവിടെ ഈ രണ്ട് ആംഗിൾസ് 60 ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? 60 തന്നെയായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ആംഗിളും 60 തന്നെയായിരിക്കും. ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 180 ആയിരിക്കണമല്ലോ. അതേപോലെ ഇതും 60 തന്നെയായിരിക്കും. അപ്പോൾ ഇതിലുള്ള എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആണ്. ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും 60 ഡിഗ്രി ആയാൽ അതിൻ്റെ 3 സൈഡുകളും സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിവിടെ 4 മീറ്റർ സൈഡ് തന്നിട്ടുണ്ട് AE. ഓക്കെ, അതുപോലെ ഇവിടെയും EDയും 4 മീറ്റർ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ലെങ്ത്തും 4 മീറ്റർ ആണ്. അതുപോലെ BE എന്ന് പറയുന്ന ലെങ്ത്തും 4 മീറ്റർ ആണ്. ഓക്കെ, അതിലുള്ള എല്ലാ ലെങ്ത്തുകളും BC, BE, EB, CD, DE എല്ലാം 4 മീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് വ്യക്തമാണ്. ഇനി നമുക്കിതിൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് 60. ഓക്കെ, അത് ഈ B എന്ന് പറയുന്ന അപ്പെക്സ് പോയിന്റിലാണ്. ആ ഒരു ABE എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ അപ്പെക്സ് പോയിന്റിലാണ്, ഏറ്റവും ടോപ്പ് കോർണറിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ആക്ട് ചെയ്യുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് AE എന്ന് പറയുന്ന പോർഷനിൽ ഇതിലൂടെയാണ് ആ ലൈൻ ഓഫ് ആക്ഷൻ പോകുന്നതെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം ഓർത്താൽ മതി, ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു ഫോഴ്സ് അതിൻ്റെ അപ്പെക്സിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ട്രയാങ്കിളിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് താഴെ ബേസിൻ്റെ ഹാഫിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എയിലേക്കോ അല്ലെങ്കിൽ ഡിയിലേക്കോ ഒക്കെ മൊമെൻ്റ് എടുക്കുമ്പോൾ ഈ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ്, അതായത് ഈ ബേസിൻ്റെ /2 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പം ഇതിൽ എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4.5 ആയിരിക്കും. അതുപോലെ ഡിയിലേക്കുള്ള 60 കിലോ ന്യൂട്ടൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 + 4 6 ആയിരിക്കും. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാ പ്രോബ്ലം ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ്. സപ്പോർട്ട് റിയാക്ഷൻ ഞാൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഈ ഒരു ലെങ്ത് 2 തന്നെയാണെന്നുള്ളത് ഞാൻ ഒന്നും കൂടി ഒന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, അത് നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അതിൻ്റെ ഹാഫ് എടുത്ത് തന്നെ ചെയ്താൽ മതി. ബേസിൻ്റെ എത്രയാണോ ബേസ് വരുന്നത്, ഇവിടെ AE ആണ് ബേസ്, അതിൻ്റെ ഹാഫ് ലെങ്ത് ആയിരിക്കും. ഹാഫ് ലെങ്ത്തിലൂടെ ആയിരിക്കും ഈ ലോഡിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പോകുന്നത്. അപ്പം അത് നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, AB ആൻഡ് ദിസ് പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിന് ഞാൻ ഒരു പേര് കൊടുത്തിട്ട് എടുക്കുവാണ്. ഓക്കെ, അപ്പം ദിസ് ഈസ് A
ബി ആൻഡ് ഈ പോയിന്റിൽ ഇപ്പം നിലവിൽ നമ്മളെ ഫിഗറിൽ നെയിം ഇല്ല, അപ്പം ഞാൻ ഒരു പേര് കൊടുക്കുവാണ്. അപ്പോൾ എസ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര്. അപ്പോൾ അത് ഞാൻ എസ് എന്ന് കൊടുത്തു. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം 4 മീറ്റർ ആണ്. ഈ ആംഗിൾ നമുക്ക് അവൈലബിൾ ആണ് 60 ആണ്. ഈ ഡിസ്റ്റൻസ് എ എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അറിയുന്ന സൈഡുകൾ ഏതൊക്കെയാണ്? അറിയുന്ന സൈഡ് ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലേ? അറിയുന്ന സൈഡ് 4 മീറ്റർ ലെങ്ത് വരുന്ന ഹൈപ്പോട്ന്യൂസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? അതിന്റെ അഡ്ജസൻറ്റ് സൈഡ് ആണ് അല്ലേ? ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിൽ റിലേഷൻ വരുന്നത് ഏത് ആംഗിളാണ്? നമുക്ക് കോസ് തീറ്റ എന്ന് എടുക്കാം. കോസ് തീറ്റ ഈസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ തീറ്റ 60 ആണല്ലോ. കോസ് 60 ഈസ് ഈക്വൽ ടു adjacent side is x and hypotenuse is 4. ഓക്കെ, അപ്പോൾ x ഈസ് ഈക്വൽ ടു, അതായത് ഈ ഡിസ്റ്റൻസ് എസ് എന്ന് പറയുന്നത് 4 cos 60 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x ഡിസ്റ്റൻസ് കിട്ടും. cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ 4 × 1/2 ഈസ് 2. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ഇതിൻ്റെ ഉറപ്പാണ്. ഈ ഫോഴ്സ് ഈ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോർണറിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ബേസിൻ്റെ ഹാഫിലൂടെ കട്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് എളുപ്പമായി നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സുകളൊന്നുമില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ വിൽ ബി 0. ഓക്കെ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ എയിൽ വരുമായിരുന്നു. ഓക്കെ, എന്നാൽ സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ ഇതിലാകെ ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നത് HA മാത്രമേ ഉള്ളൂ. That is equal to 0 എന്ന് വരും. Okay, since there are no horizontal forces, horizontal reaction at A, HA is equal to 0. ഇനി നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാം. വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ച കാര്യം ഇതാ ഇവിടെ ഞാൻ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എക്സ് ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ മൊമെന്റ് എടുക്കുവാണ്. ഓക്കെ, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടോ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടോ മൊമെന്റ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുവാണ്. ഓക്കെ, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ഡി. ഓക്കെ, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് D. Okay, that is summation of moment about D is equal to 0. Okay, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഡി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എ എന്ന് പറയുന്ന പോയിന്റ് തൊട്ടുള്ള എല്ലാ ഫോഴ്സുകളും നമ്മൾ കൺസിഡർ ചെയ്യണം. ഡിയിലേക്ക് ഉണ്ടാക്കുന്ന മൊമെന്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ VA എന്ന് പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്. അത് ആക്ട് ചെയ്യുന്നത് മുകളിലോട്ടാണ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് ഡി എന്ന് പറയുന്ന പോയിന്റ് റൈറ്റ് സൈഡിലാണുള്ളത്. അപ്പോൾ അതിന്റെ മൊമെന്റ് എങ്ങനെ വരും? ഫോഴ്സ് മുകളിലോട്ട്, ഡി പോയിന്റ് അതിന്റെ റൈറ്റിലേക്ക്. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ? ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ്സിൽ എഴുതണം. VA ഇൻറ്റു ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈസ് 4 + 4 8. ഓക്കെ, പിന്നെ ഉണ്ട് 60 എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? താഴോട്ടാണ്. നമ്മൾ ഡി എന്ന് പറയുന്ന പോയിന്റ് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയി. That is -60 into ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈസ് 2 + 4. 2 നമുക്ക് ഇവിടെ കിട്ടിയിരുന്നല്ലോ. 2 + 4 ദാറ്റ് ഈസ് 6. ഇനി അടുത്തത് 80 ഉണ്ട്. 80 എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? താഴോട്ടാണ്. അപ്പോൾ ഡിയിലേക്ക് ഉണ്ടാക്കുന്ന മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ -80 into ഡിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2. പിന്നെ നമുക്കൊരു 100 kN ലോഡ് ഉണ്ട്. അതും താഴോട്ട് തന്നെയാണ്. അതും എന്ത് തന്നെയായിരിക്കും? താഴോട്ട് വന്ന് ടുവേർഡ്സ് റൈറ്റ് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയായിരിക്കും. അപ്പം -100 into ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് 4. വേറെ ലോഡ് കാരണമുള്ള മൊമെന്റ് ഒന്നും അതിലേക്ക് വരുന്നില്ല. VD ഉണ്ട് റിയാക്ഷൻ. എന്നാൽ VD നമ്മൾ മൊമെന്റ് എടുക്കുന്ന ഡിയിൽ തന്നെ ആയതുകൊണ്ട് VD കാരണം മൊമെന്റ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് 0. അപ്പോൾ VD ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, 0 ആണ്. ഇനി നമുക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ VA കിട്ടും. ഓക്കെ, നമുക്കത് സോൾവ് ചെയ്ത് നോക്കാം. അപ്പം VA into 8 -60 into 6 -80 into 2 -100 into 4 equal to 0. ഞാനിവിടെ ഓൾറെഡി എഴുതിയിരുന്നല്ലോ. ഇനി ഇവിടെ നമ്മൾ സോൾവ് ചെയ്താൽ VA into 8 is equal to 920 എന്ന് പറഞ്ഞു കിട്ടും.
അതിൻ്റെ അകത്ത് നിന്ന് VA 115 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, VA വാല്യൂ ഈസ് 115 കിലോ ന്യൂട്ടൺ. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ VD വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുകയാണ്. ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സ് ഉള്ളത്? VA ഉണ്ട്, VD ഉണ്ട്, അത് രണ്ടും അപ്വേർഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് രണ്ടും പ്ലസ്സിൽ എഴുതി. പിന്നെ 60 പോയിന്റ് ലോഡ് ഉണ്ട് താഴോട്ട്, 100 പോയിന്റ് ലോഡ് താഴോട്ട്, 80 പോയിന്റ് ലോഡ് താഴോട്ട്. അപ്പോൾ ഇത് മൂന്നും താഴോട്ട് ആയതുകൊണ്ട് മൈനസിൽ എഴുതി. ഓക്കെ, അപ്പോൾ VA പ്ലസ് VD മൈനസ് 60 മൈനസ് 100 മൈനസ് 80 ഈക്വൽ ടു 0. അപ്പോൾ VAന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം 115 ആണെന്നുള്ളത്. അപ്പോൾ 115 പ്ലസ് VD മൈനസ് 60 മൈനസ് 100 മൈനസ് 80 ഈസ് ഈക്വൽ ടു 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും VD ഈസ് ഈക്വൽ ടു 125 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ VD വാല്യൂ നമുക്ക് കിട്ടി 125, VA കിട്ടി. അപ്പോൾ horizontal reaction is 0, VA value is 115 kilonewton and VD value is 125 kilonewton. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയുന്ന സ്റ്റെപ്പോടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ മെമ്പേഴ്സിനും വരുന്ന ഫോഴ്സസ് അനലൈസ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ട് അത് ടെൻസൈൽ ആണോ കംപ്രസീവ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ മെത്തേഡ് ഓഫ് ജോയിന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ ജോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ഇക്വിലിബ്രിയം കൺസെപ്റ്റുകളായ സമ്മേഷൻ V is equal to 0, സമ്മേഷൻ H is equal to 0. ഓക്കെ, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് is equal to 0, സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് is equal to 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ മെമ്പേഴ്സിലെയും ഫോഴ്സസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2 ഓരോ ജോയിന്റ് ആയിട്ട് എടുക്കുവാണ്. റിയാക്ഷൻ ഫസ്റ്റ് കണ്ടുപിടിച്ചു, ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് കയറുവാണ്. അപ്പോൾ ഞാൻ ആദ്യം ജോയിന്റ് A കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 അൺനോൺസ് ഉള്ള ജോയിന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ, 2 അൺനോൺസ് ഉള്ള ജോയിന്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ജോയിന്റ് എയിൽ നോക്കിക്കഴിഞ്ഞാൽ 2 അൺനോൺസ് ആണ്, ജോയിന്റ് ഡിയിലും 2 അൺനോൺസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ജോയിന്റ്സ് വേണമെങ്കിലും വെച്ച് തുടങ്ങാം. ഞാനിവിടെ A വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ Aന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? Aന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, VA, HA 0 ആണല്ലോ, അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട. പിന്നെ എയിൽ വന്ന് മീറ്റ് ചെയ്യുന്ന 2 മെമ്പേഴ്സിനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ. അപ്പോൾ അതിൽ 2 മെമ്പേഴ്സിലും ഉള്ള ഫോഴ്സുകളെ ഞാൻ AB എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സിനെ PAB എന്നും AE എന്ന് പറയുന്ന മെമ്പറിലെ ഫോഴ്സിനെ ഞാൻ PAE എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, രണ്ടും ഞാൻ ടെൻസൈൽ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അസ്യൂം ചെയ്യുന്നതെല്ലാം ടെൻസൈൽ ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാം. ഓക്കെ, PABയും PAയും ടെൻസൈൽ ആയിട്ട് അസ്യൂം ചെയ്തു. എന്നിട്ട് ഞാൻ സോൾവ് ചെയ്തിട്ട് കിട്ടുന്നത് മൈനസിലാണെങ്കിൽ എൻ്റെ അസംഷൻ തെറ്റാണ്, കംപ്രസീവ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ചിട്ട് ഞാൻ ഇതിൽ വരുന്ന വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം ജോയിന്റ് A, അപ്പോൾ ഇതിൽ ആദ്യം സമ്മേഷൻ V is equal to 0 എന്ന് പറയുന്ന വെർട്ടിക്കൽ ഫോഴ്സസിന്റെ സം ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെയുള്ള വെർട്ടിക്കൽ ഫോഴ്സ് ഒന്ന് 115 VA അല്ലേ, ദാറ്റ് ഈസ് അപ്വേർഡ് ആണ്, അപ്പോൾ അത് പ്ലസ്സിൽ എഴുതി. പിന്നെ ഉണ്ട് PAB ഉണ്ട്, അതിനെ വെർട്ടിക്കലി റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആരോ മാർക്ക് മുകളിലോട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, റിസോൾവ് ചെയ്യുമ്പം വരുന്നത് PAB sin 60 ആയിരിക്കും. ഓക്കെ, PAB sin 60, കാരണം നമുക്ക് തന്നിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിനോട് ചേർന്നിട്ടുള്ള ആംഗിൾ ആണ്. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ സൈൻ ആയിരിക്കും വരിക, ഹൊറിസോണ്ടൽ റിസോൾവ് ചെയ്യുമ്പോൾ അത് കോസും ആയിരിക്കും. ഓക്കെ, PAB sin 60 plus 115 is equal to 0. PAB sin 60 is equal to minus 115 കിട്ടി. PAB equal to minus 115 by sin 60, that is minus 132.8 kilonewton. ഓക്കെ, അപ്പോൾ നമുക്ക് PAB വാല്യൂ മൈനസിൽ കിട്ടി. അതിൻ്റെ അർത്ഥം നമ്മൾ അസംഷൻ തെറ്റാണ്, ദ ഫോഴ്സ് ഈസ് കംപ്രസീവ്. ഓക്കെ, അപ്പോൾ PAB is equal to 132.8 kilonewton കംപ്രസീവ്. ഇനി ഞാൻ ഇതിനെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യാൻ പോവാണ്. സമ്മേഷൻ ഹൊറിസോണ്ടൽ ഫോഴ്സ് is equal to 0 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ PAE എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്, ടുവേർഡ്സ് റൈറ്റ് ആണ്, അതുകൊണ്ട് പ്ലസ്സിൽ എഴുതി. പിന്നെ PAB എന്ന് പറയുന്ന ഇൻക്ലൈൻ ഫോഴ്സ് ഞാൻ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യണം. അപ്പോൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതും അതിൻ്റെ ആരോ മാർക്കും അതിൻ്റെ ഡയറക്ഷൻ ഈസ് ഓൾസോ ടുവേർഡ്സ് റൈറ്റ് സൈഡ്, അപ്പോൾ പ്ലസ്സിൽ എഴുതാൻ പറ്റും. പ്ലസ് PAB cos 60 equal to 0. ഓക്കെ, അപ്പോൾ PAE plus PAB cos 60 is equal to 0. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ PAE is equal to minus PAB cos 60 എന്ന് വരും. അപ്പോൾ PAB വാല്യൂ എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, കംപ്രസീവ് ആണെന്നുള്ളത്. ഓക്കെ, നമ്മളിവിടെ അസംഷനിൽ അത് ടെൻസൈൽ ആയിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ടെൻസൈൽ ആണ്, എന്നാൽ ആക്ച്വലി PAB കംപ്രസീവ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ്
132.8 കൊടുക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം പി ഐ ഈസ് ഈക്വൽ ടു മൈനസ് പി എ ബി കോസ് 60. മൈനസ് ഓൾറെഡി ഇക്വേഷനിൽ ഉണ്ട്. അപ്പോൾ പി ഐ ഈസ് ഈക്വൽ ടു ആ ഇക്വേഷനിലുള്ള മൈനസ് ഇട്ടു. ഇനി പി എ ബിന്റെ വാല്യൂ കൊടുക്കുകയാണ് -132.8. ഓക്കെ, അപ്പോൾ മൈനസ് ഓൾറെഡി ഇക്വേഷനിലുള്ളതാണ്. ഇനി പി എ ബിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ വീണ്ടും ഒരു മൈനസ് വന്നു, 132.8 കോസ് 60. ഓക്കെ, അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്ന പ്ലസ് ആയി. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പി എ ഇ ഈസ് ഈക്വൽ ടു 66.4 കിലോ ന്യൂട്ടൺ ടെൻസൈൽ. ഓക്കെ, അപ്പോൾ എനിക്ക് ജോയിന്റ് എ എടുത്തപ്പോൾ ആ ജോയിന്റ് എയിൽ വന്ന് മീറ്റ് ചെയ്യുന്ന 2 മെമ്പർ ഫോഴ്സുകൾ കിട്ടി. പി എ ബി ദാറ്റ് ഈസ് 132.8 കിലോ ന്യൂട്ടൺ കംപ്രസീവ് ആൻഡ് പി എ ഇ 66.4 കിലോ ന്യൂട്ടൺ ടെൻസൈൽ. ഓക്കെ, അടുത്ത നമുക്ക് ജോയിന്റ് ബി കൺസിഡർ ചെയ്യാം. ഓക്കെ, ജോയിന്റ് ബിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ജോയിന്റ് ബി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, അതിൽ 3 മെമ്പേഴ്സ് വന്ന് മീറ്റ് ചെയ്യുന്നു. ഒരു എക്സ്റ്റേണൽ ലോഡ് 60 ഉണ്ട്. ഓക്കെ, ജോയിന്റ് ബി. ഇനി അതിൽ വരുന്ന എല്ലാ മെമ്പേഴ്സിൻ്റെയും ഫോഴ്സസ് ടെൻസൈൽ എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുന്നു. എല്ലാം ടെൻസൈൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞത് ഇപ്പം കംപ്രസീവ് ആണെങ്കിൽ കൂടെ എല്ലാം ടെൻസൈലായിട്ട് അസ്യൂം ചെയ്യാം. എന്നാൽ ആ ഫോഴ്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കംപ്രസീവ് ആണെങ്കിൽ മൈനസിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ പി ബി ഇ ആൻഡ് പി ബി സി. ഓക്കെ, ഈ ആംഗിൾ നമുക്കറിയാം, ഇതും 60 ആണ്, ഇതും 60 ആണ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഈ ആംഗിൾ 60 ആണ്, അതുപോലെ ഈ ആംഗിൾ എന്ത് തന്നെയാണ്, 60 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിസോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ജോയിന്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രായി നമുക്ക് റിസോൾവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള പി ബി ഇ ആൻഡ് പി ബി സി വാല്യൂസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 നമുക്ക് ആദ്യം എടുക്കാം. ഇപ്പം ജോയിന്റ് ബിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ സമ്മേഷൻ വി ഇസ് ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള വെർട്ടിക്കൽ ഫോഴ്സുകൾ ഏതൊക്കെയാണ്, 60 ഉണ്ട്. താഴോട്ടായതുകൊണ്ട് മൈനസിൽ എഴുതി. പിന്നെ പി ബി സി ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് അത് സമ്മേഷൻ വി ഇസ് ഈക്വൽ ടു 0ന്റെ കൂട്ടത്തിൽ എഴുതണ്ട. പിന്നെ ഉള്ളത് പി എ ബി ആണ്. അതിനെ വെർട്ടിക്കലി റിസോൾവ് ചെയ്താൽ ഏരോ മാർക്ക് എങ്ങോട്ട് തന്നെയാണ്, താഴോട്ടേക്ക് തന്നെയാണ്. അപ്പോൾ മൈനസ് പി എ ബി സൈൻ 60. അതുപോലെ പി ബി ഉണ്ട്, അതും നമ്മൾ വെർട്ടിക്കലി റിസോൾവ് ചെയ്താൽ താഴോട്ട് തന്നെയാണ്. അപ്പോൾ മൈനസ് പി ബി സൈൻ 60 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. -60 മൈനസ് പി എ ബി സൈൻ 60 മൈനസ് പി ബി സൈൻ 60 ഈസ് ഈക്വൽ ടു 0. -60 മൈനസ് പി എ ബിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 132.8 കിലോ ന്യൂട്ടൺ കംപ്രസീവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഈ ഇക്വേഷനിൽ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, മൈനസ് പി എ ബി സൈൻ 60 എന്ന് പറഞ്ഞ ഇക്വേഷൻ പോലെ ആ ഇക്വേഷനിലുള്ള മൈനസ് ഇവിടെ ഇട്ടു. പി എ ബിന്റെ വാല്യൂ കംപ്രസീവ് ആയതുകൊണ്ട് ആ വാല്യൂ മൈനസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മൈനസ് ഓഫ് പി എ ബിന്റെ വാല്യൂ മൈനസ് വരും, -132.8 സൈൻ 60 മൈനസ് പി ബി സൈൻ 60 ഈസ് ഈക്വൽ ടു 0. -60 പ്ലസ് ഇത് സോൾവ് ചെയ്താൽ മൈനസ് മൈനസ് പ്ലസ് ആവും, 115 മൈനസ് പി ബി സൈൻ 60 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മൈനസ് പി ബി സൈൻ 60 ഈസ് ഈക്വൽ ടു -55 എന്ന് വരും. മൈനസ് മൈനസ് കട്ടായി കഴിഞ്ഞാൽ പി ബി ഈസ് ഈക്വൽ ടു 55 ബൈ സൈൻ 60, ദാറ്റ് ഈസ് 63.51 കിലോ ന്യൂട്ടൺ ടെൻസൈൽ എന്ന് പറഞ്ഞു കിട്ടും. അതായത് ആൻസർ നമുക്ക് പ്ലസിൽ കിട്ടി. അപ്പോൾ നമ്മുടെ അസംഷൻ ശരിയാണ്, പി ബി ഇ എന്ന് പറയുന്ന ഫോഴ്സ് ഈസ് ടെൻസൈൽ. സമ്മേഷൻ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 എടുക്കാം. അപ്പോൾ ഇവിടെയുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ പി ബി സി ഉണ്ട് അല്ലേ, അത് ടുവേർഡ്സ് റൈറ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പം പി ബി സി. പിന്നെയുള്ളത് 60 വെർട്ടിക്കൽ ആണ്, അപ്പോൾ അത് എടുക്കേണ്ട കാര്യമില്ല. പി എ ബി നമുക്ക് റിസോൾവ് ചെയ്യാം. പി എ ബി നമ്മൾ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്താൽ ഏരോ മാർക്ക് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് വരിക. അപ്പോൾ മൈനസ് പി എ ബി കോസ് 60. അതുപോലെ പി ബി നമുക്ക് റിസോൾവ് ചെയ്യാനുണ്ട്. പി ബി നമ്മൾ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടുവേർഡ്സ് റൈറ്റ് ആണ്. അപ്പോൾ പ്ലസ് പി ബി കോസ് 60 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സുകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. പി ബി സി ഓക്കെ, അത് പ്ലസ്സിൽ, പി ബിന്റെ കോസ് 60 അതും പ്ലസ്സിൽ, മൈനസ് പി എ ബി കോസ് 60. ഓക്കെ, പി ബി സി. പി ബി വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, 63.51, അത് ടെൻസൈൽ ആണ്. അപ്പോൾ ആ വാല്യൂ ഡയറക്റ്റ് കൊടുത്താൽ മതി. എന്നാൽ പി എ ബിയുടെ വാല്യൂ നമുക്കറിയാം, അത് കംപ്രസീവ് ആണ്, 132.8. അപ്പോൾ ഇവിടെ ഇക്വേഷനിലുള്ള മൈനസ് ഓൾറെഡി ഇട്ടു. ഇനി പി എ ബിന്റെ വാല്യൂവിലുള്ള മൈനസ്. ഓക്കെ, -132.8 കോസ് 60 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവും,
നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് PBC പ്ലസ് 98.155 ഈക്വൽ ടു 0. PBC ഈസ് ഈക്വൽ ടു ഈ 98.155 RHSലേക്ക് വന്നാൽ അത് മൈനസ് 98.155 ആയി. അപ്പോൾ PBC ഈസ് ഈക്വൽ ടു മൈനസിലായതുകൊണ്ട് നമ്മൾ അസംഷൻ തെറ്റാണ്. PBC എന്ന് പറയുന്ന ഫോഴ്സ് കംപ്രസീവ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ PBC ഈസ് ഈക്വൽ ടു 98.15 കിലോ ന്യൂട്ടൺ കംപ്രസീവ്. ഇനി അടുത്ത ഞാൻ ജോയിന്റ് ഡി കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ജോയിന്റ് ഡി. ഓക്കെ, ജോയിന്റ് ഡി നോക്കിക്കേ. അപ്പം ജോയിന്റ് ഡിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. ഓക്കെ, ജോയിന്റ് ഡി. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന VD എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട്. ആൻഡ് ഇവിടെയുള്ള ആംഗിൾ 60 ഡിഗ്രി. മെമ്പർ ഫോഴ്സുകൾ PDC. ഓക്കെ, ടെൻസൈലായിട്ട് അസ്യൂം ചെയ്തു, മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ്. ആൻഡ് PDE. ഓക്കെ, റിയാക്ഷൻ VD, PDC ആൻഡ് PDE ആർ ദ two forces at joint, അതായത് മെമ്പർ ഫോഴ്സസ് അറ്റ് ജോയിന്റ് ഡി. അപ്പോൾ ഇനി നമുക്കിത് റിസോൾവ് ചെയ്യാലോ, എളുപ്പത്തിൽ റിസോൾവ് ചെയ്യാം അല്ലേ. അപ്പോൾ ജോയിന്റ് ഡി നമ്മൾ റിസോൾവ് ചെയ്യാൻ പോവാണ്. ആദ്യം സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിലുള്ള വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയാ? VD ഉണ്ട്, 125 ആണ്, മുകളിലോട്ടാണ്, അപ്പോൾ പ്ലസ് എഴുതി. പിന്നെ ഉള്ളത് PDC ആണ്. ഓക്കെ, അത് വെർട്ടിക്കലി റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആരോ മാർക്ക് മുകളിലോട്ട് തന്നെയാണ്, അപ്പോൾ പ്ലസ് PDC സൈൻ 60 ഈക്വൽ ടു 0. വേറെ വെർട്ടിക്കൽ ഫോഴ്സുകളൊന്നുമില്ല. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ PDC ഈസ് ഈക്വൽ ടു മൈനസ് 125 ഡിവൈഡ് ബൈ സൈൻ 60 എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസിലാണ് ആൻസർ കിട്ടുന്നത്, മൈനസ് 144.34 കിലോ ന്യൂട്ടൺ. അതിന്റെ അർത്ഥം PDC ഈസ് കംപ്രസീവ്. ഓക്കെ, PDC ഈസ് ഈക്വൽ ടു 144.34 കിലോ ന്യൂട്ടൺ കംപ്രസീവ്. ഓക്കെ, അപ്പൊ നമുക്ക് PDC കിട്ടി. ഇനി അടുത്ത സമ്മേഷൻ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എടുക്കുകയാണ്. അപ്പൊ ഏതൊക്കെയാ ഇതിലുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ്? PDE ഉണ്ട് അല്ലെ, അതെങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അപ്പൊ മൈനസ് PDE എടുത്തു. ഇനി PDCനെ റിസോൾവ് ചെയ്യണം, അത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാലും ടുവേർഡ്സ് ലെഫ്റ്റ് തന്നെയാണ്. മൈനസ് PDC കോസ് 60. ഓക്കെ, വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സുകളൊന്നുമില്ല, 125 വെർട്ടിക്കൽ ആണല്ലോ, ഈക്വൽ ടു 0. അപ്പം നമുക്ക് സോൾവ് ചെയ്യാം. മൈനസ് PDE മൈനസ് PDC കോസ് 60 ഈസ് ഈക്വൽ ടു 0. മൈനസ് PDE, PDC വാല്യൂ കംപ്രസീവ് ആണ്, അപ്പൊ ഇക്വേഷനിൽ ഓൾറെഡി മൈനസ് ഉണ്ട്, ആ മൈനസ് അവിടെ ഇട്ടു. PDCന്റെ വാല്യൂ ഉള്ള മൈനസ് ഉള്ളിലോട്ട്. ഓക്കെ, മൈനസ് 144.34 കോസ് 60. അപ്പൊ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആയി. മൈനസ് PDE പ്ലസ് 144.34 കോസ് 60 ഈസ് ഈക്വൽ ടു 0. അപ്പൊ മൈനസ് PDE ഈസ് ഈക്വൽ ടു മൈനസ് 72.17. അപ്പൊ മൈനസ് മൈനസ് ഇവിടെ ക്യാൻസൽ ആവും, ആൻസർ പ്ലസ് കിട്ടും. PDE ഈസ് ഈക്വൽ ടു 72.17 കിലോ ന്യൂട്ടൺ ടെൻസൈൽ. അതിന്റെ അർത്ഥം നമ്മുടെ അസംഷൻ ശരിയാണ്, PDE എന്ന് പറഞ്ഞ ഫോഴ്സ് ടെൻസൈൽ ആണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് 6 ഫോഴ്സുകൾ കിട്ടി. ഇനി ഒരു മെമ്പർ ഫോഴ്സും കൂടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അത് ഇനി ഏത് ജോയിന്റ് വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം ജോയിന്റ് A എടുത്തപ്പോൾ എനിക്ക് AB-യിലുള്ളതും A-യിലുള്ളതും കിട്ടി. അടുത്ത ജോയിന്റ് B എടുത്തപ്പോൾ PBE ആൻഡ് PBC ഫോഴ്സുകൾ കിട്ടി. അടുത്ത ജോയിന്റ് D എടുത്തപ്പോൾ PDE ആൻഡ് PDC കിട്ടി. ഇനി എനിക്ക് കിട്ടാൻ ബാക്കിയുള്ളത് PEC എന്ന് പറയുന്ന മെമ്പർ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് C ജോയിന്റ് എടുക്കാം, അല്ലെങ്കിൽ E ജോയിന്റ് എടുക്കാം. ഞാനിപ്പോ E ജോയിന്റ് എടുത്ത് ചെയ്യാൻ പോവാണ് കേട്ടോ. ജോയിന്റ് E ആണ് ഞാൻ ലാസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അപ്പൊ ജോയിന്റ് E എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഫ്രീ ബോഡി ഡയഗ്രാം വരിക? ജോയിന്റ് E ആണെങ്കിൽ 2 മെമ്പേഴ്സ് വന്ന് ജോയിന്റ് Eയിലേക്ക് മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓൾറെഡി 2 മെമ്പേഴ്സ് ഹൊറിസോണ്ടലി ഉണ്ട്. അതുപോലെ അവിടെ ഒരു 100 കിലോ ന്യൂട്ടന്റെ ലോഡ് ഉണ്ട് ജോയിന്റ് E. അപ്പൊ ഇവിടെ വരുന്ന മെമ്പേഴ്സ് ഒന്ന് PAEയും ഒന്ന് PED ആണ്. ഇംഗ്ലണ്ട് ആയിട്ട് വരുന്ന മെമ്പേഴ്സ് PEB അല്ലെങ്കിൽ PBE. ഇവിടെ വരുന്നത് PEC. ഓക്കെ, ഇവിടെ ആംഗിൾ രണ്ടും 60 ഡിഗ്രി ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇത് റിസോൾവ് ചെയ്തിട്ട് എനിക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള PEC ഞാൻ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പം ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ഹൊറിസോണ്ടൽ ഈക്വൽ ടു 0 അല്ലെങ്കിൽ വെർട്ടിക്കൽ ഈസ് ഈക്വൽ ടു 0, ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി, നമുക്ക് കിട്ടും. അപ്പൊ ഞാനിവിടെ ആദ്യം വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എടുക്കുകയാണ്. വെർട്ടിക്കൽ ഫോഴ്സ് ഇവിടെ ഉള്ളത് 100 കിലോ ന്യൂട്ടൺ, താഴോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് മൈനസ്. പിന്നെ PAEയും PEDയും ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് ഈക്വേഷന്റെ കൂട്ടത്തിൽ അത് കൺസിഡർ ചെയ്യണ്ട. PEB ഉണ്ട്, അത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്വേർഡ് ആണ് ഏരോ മാർക്ക് വരുന്നത്. അപ്പൊ പ്ലസ് PEB സൈൻ 60. അതുപോലെ PEC റിസോൾവ് ചെയ്ത് കഴിഞ്ഞാലും ഏരോ മാർക്ക് അപ്വേർഡ് തന്നെയാണ്. പ്ലസ് PEC സൈൻ 60. ഓക്കെ, ഈക്വൽ ടു 0. ഓക്കെ, മൈനസ് 100 പ്ലസ് PEB സൈൻ 60 പ്ലസ് PEC സൈൻ 60 ഈസ് ഈക്വൽ ടു 0. മൈനസ് 100 പ്ലസ്
PEBന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് 63.51 sin 60 പ്ലസ് PEC sin 60. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -45 പ്ലസ് PEC sin 60 എന്ന് കിട്ടും. PEC sin 60 is equal to 45. അപ്പോൾ PEC is equal to 45 by sin 60. സോൾവ് ചെയ്താൽ 51.96 kN ടെൻസൈൽ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ആൻസർ പ്ലസ് കിട്ടും. അതിൻ്റെ അർത്ഥം അത് ടെൻസൈൽ ആണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ മെമ്പർ ഫോഴ്സസും ഇപ്പോൾ ഇവിടെ കിട്ടി. ഞാനത് ടേബിളാർ ഫോമിൽ എടുത്ത് എഴുതുവാണ്. മെമ്പർ എ ബിയിലെ ഫോഴ്സ്, അതായത് PAB 132.8 kN കംപ്രസീവ്, PAE 66.4 kN ടെൻസൈൽ, PBE 63.5 kN ടെൻസൈൽ, PBC 98.155 kN കംപ്രസീവ്, PEC 51.96 kN ടെൻസൈൽ, PED 72.17 kN ടെൻസൈൽ ആൻഡ് PDC 144.34 kN കംപ്രസീവ്. ഇനി ഞാൻ ആ ഫിഗറിലേക്ക് എല്ലാ ഫോഴ്സുകളും കൃത്യമായിട്ട് മാർക്ക് ചെയ്യുകയാണ്. കംപ്രസീവ് ഉള്ളത് മൂവിങ് ടുവേർഡ്സ് ദ ജോയിന്റും ടെൻസൈൽ ഉള്ളത് മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാണ്. ഓക്കെ, PAB 132.8 kN കംപ്രസീവ് ആണ്. അപ്പോൾ കണ്ടോ, എറോ മാർക്ക് ടുവേർഡ്സ് ദ ജോയിന്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ടുവേർഡ്സ് ദ ജോയിന്റ്. ഓക്കെ, PAE എന്ന് പറയുന്നത് ടെൻസൈൽ ആണ്, മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ്. ജോയിന്റ് എ നിന്നും ജോയിന്റ് ഇന്നും മൂവിങ് അവേ ആയിട്ടാണ് എറോ ഇട്ടിരിക്കുന്നത് 66.4. അടുത്ത PBC 98.155 കംപ്രസീവ് ആണ്, മൂവിങ് ടുവേർഡ്സ് ദ ജോയിന്റ്. ബിക്കും സിക്കും ടുവേർഡ്സ് ആയിട്ടാണ് ആരോ ഇട്ടിരിക്കുന്നത്. PBE എന്ന് പറയുന്ന ടെൻസൈൽ ആണ്, മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ്. ഓക്കെ, 63.15 ആരോ മാർക്ക് ഇക്കും ബിക്കും അവേ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, PEC എന്ന് പറയുന്നത് ടെൻസൈൽ ആണ്, 51.96 kN മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ് ആരോ മാർക്ക് ചെയ്തു. PCD എന്ന് പറയുന്നത് കംപ്രസീവ് ആണ്, മൂവിങ് ടുവേർഡ്സ് ദ ജോയിന്റ്. ഓക്കെ, ആൻഡ് PED ഈസ് ടെൻസൈൽ 72.17 മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ്. അങ്ങനെ എല്ലാ മെമ്പർ ഫോഴ്സസും നമുക്ക് ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ.